കയറി കിടക്കാനുള്ള വീട് തകർന്നതോടെ കൈക്കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരെയും കൊണ്ട് പുറത്തു കഴിയുകയാണ് പത്തനംതിട്ട ലാഹ മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബം. മഞ്ഞത്തോട് ആദിവാസി ഊരിലെ തങ്കയുടെ കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ. വന്യമൃഗങ്ങളുടെ നിരന്തര ശല്യമുള്ള ഇവിടെ ജീവൻ പണയം വെച്ചാണ് ഈ കുടുംബം കഴിയുന്നത്. 24 എക്സ്ക്ലൂസീവ്. രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് വീഴുന്നത്, സാധനം വീണത്. നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ചാടി പെട്ടെന്ന് ഇങ്ങനെ എണ്ണിച്ച് കുഞ്ഞിനെടുത്ത് വെളിയെ ചാടി. പിന്നീട് ഞങ്ങൾ തറയിലെല്ലാം കൂടെ വിരിച്ചിട്ട് അവിടെ കിടന്നു മണ്ണിനകത്ത്. മഴ വരുമ്പോൾ താറപ്പ മണ്ടയിൽ കൂടെ എടുത്തിട്ട് അങ്ങനെ കിടക്കും. ഇന്നലെ രാത്രിയോടെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന തങ്കയും മക്കളും വലിയ ശബ്ദം കേട്ട വീടിന് പുറത്തേക്ക് കുഞ്ഞുങ്ങളെയും എടുത്ത് ഓടുകയായിരുന്നു. മരത്തൂണുകൊണ്ട് നിർമ്മിച്ച വീട് നിലം പൊത്തുന്നത് കണ്ടു നിൽക്കാനേ അവർക്കായുള്ളൂ. പരിക്കൊന്നും പറ്റിയില്ല. അത് കിട്ടണം, എന്ത് ചെയ്യാനാ? ഈ തറല കിടക്കാം. അത് വാർത്താ കിടക്കാം, വാർത്തില്ല, കല്ല് മാത്രം വെച്ചുള്ളൂ. 2 പെൺമക്കളും അവരുടെ കുഞ്ഞുങ്ങളും അടക്കം 7 പേർ ഈ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ട്രൈബൽ പ്രൊമോട്ടർ അടക്കമുള്ളവർ എത്തിയെങ്കിലും കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയെടുത്തില്ല. ആനയും പുലിയൊക്കെ വരുന്നുണ്ട്. ഇന്നലെ ആണ്ട് അവിടെ ഒരെണ്ണം വന്നായിരുന്നു, ഞങ്ങൾ വരട്ടി ഓടിച്ചെടുത്തോട്ട്. ചൂടും മഴയും ഏൽക്കാതെ കയറി നിൽക്കാൻ പോലും ഇവർക്ക് മറ്റു മാർഗങ്ങളില്ല. കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം ഏറെയുള്ള മേഖലയിൽ നിന്ന് ഈ കുടുംബത്തെ താൽക്കാലികമായെങ്കിലും മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടവും നടപടിയെടുത്തിട്ടില്ല. വീട് തകർന്ന ഈ കുടുംബം ഈ മുറ്റത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. ഒരു രാത്രി കഴിഞ്ഞിട്ടും അധികാരികൾ വന്ന് ഫോട്ടോ എടുത്ത് പോയതല്ലാതെ മറ്റ് യാതൊരു നടപടികളിലേക്കും കടന്നിട്ടില്ല. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഇന്നു രാത്രിയും വന്യമൃഗങ്ങളെ ഭയന്ന് ഇവിടെ തന്നെയാണ് കിടക്കേണ്ടത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.